നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന വിശേഷമാണ്. കുറച്ച് നാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്നത് ഗോമതിയെ ബാലൻ ദേവമംഗലത്തേക്ക് തിരികെ കൊണ്ടുവരണമെന്ന്. കൃഷ്ണമംഗലംകാർക്ക് നല്ല അടി തന്നെ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അത് സംഭവിക്കുകയാണ്. ഗോമതിയെ കൊണ്ട് ആ ലോകും അച്യുതനും ഒക്കെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഗോമതിയുടെ മനസ്സ് മുഴുവൻ ദേവമംഗലമായിരുന്നു. ഗോമതി വന്ന് കാലിലിറങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അവിടെ ആരെയും കണ്ടില്ല. ഗോമതിക്ക് നല്ല സങ്കടമായി. ഗോമതിയുടെ മനസ്സിൽ പല പല ചിന്തകളൊക്കെ വരുവാണ്. ഒരു പക്ഷേ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരറിഞ്ഞിട്ടുണ്ടാവില്ലേ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരേണ്ടതാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇന്ദിരാമയും നന്ദിതയ്ക്ക് എല്ലാവരും ഓടി വരുവാണ്. പിന്നീട് ഗോമതിയെ കെട്ടിപ്പിടിച്ച് ഇന്ദിരാമ കരയുവാണ്. എൻ്റെ മോളെ, നിനക്കിത് എന്ത് പറ്റിയതാന്നൊക്കെ ചോദിച്ചോണ്ട് വലിയവായി കരയുന്നുണ്ട്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അമ്മ സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. ആ സമയത്ത് അച്യുതൻ പറഞ്ഞു, അതെ, അധികം സംസാരിക്കൊന്നും വേണ്ട ഗോമതി, നീ പോയി റെസ്റ്റ് എടുത്തോളാനൊക്കെ പറയണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അച്ഛേട്ടാ, എനിക്ക് കിടക്കൊന്നും വേണ്ട, അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നല്ലോ, എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് ഗോമതി എന്ത് ചെയ്യുവാണ്, അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും അനന്തം വന്നിട്ട് അച്യുതനോട് ചോദിച്ചു, അല്ല ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, ഡിസ്ചാർജ് വാങ്ങാതിരിക്കാൻ പറ്റുമോ? അവിടെ ആ ബാലൻ ഒരു കഴുകനെ പോലെ വട്ടവിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഡോക്ടറോട് കയറി കാര്യം പറഞ്ഞും കൂടി കൂട്ടിക്കൊണ്ട് വന്ന് പറയണം. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിക്കാം. എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കി ഗുളികയും കൂടെ അങ്ങോട്ട് കൊടുക്കണം. അത് കൊടുത്താലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുള്ളൂ എന്ന് പറയാം. അനന്തം പറഞ്ഞു, അത് വേണോ? അത് റിസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ അച്യുത? എന്തേലും ഗോമതിക്ക് സംഭവിച്ചു പോയാലോ? അനന്തന് ഇച്ചിരി കണ്ടിച്ചോരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, എന്ത് സംഭവിക്കാനായിട്ട്? ഒന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് എന്തിനു വേണ്ടിയിട്ടാ? ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഈ വീട്ടിൽ നിന്ന് പുറത്താവും. കൃഷ്ണമംഗലം ഗോമതിയുടെ പേരിലാന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മളെല്ലാരും പുറത്താ. നമുക്കാർക്കും ഈ കുടുംബത്തില് ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല. ബാലം വന്നിട്ട് നമ്മളെല്ലാവരെയും അടിച്ചു പുറത്താക്കുമെന്ന് പറയാണ്. അത് കേട്ടോണ്ടോന്ന് അലോക് പറഞ്ഞു, അത് ശരിയാ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പോ ബാക്കി ഗുളികയും കൂടെ കൊടുക്കണമെന്ന് പറയാണ്. ആ സമയം ഗോമതി മുറിയിലേക്ക് വന്നിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ഗോമതിക്കാണെങ്കിൽ ദേവമംഗലത്തേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ? തന്റെ ബാലേട്ടൻ തന്നെ ഒന്ന് വിളിച്ചിട്ടുമില്ല. അത് മാത്രമല്ല, തനിക്ക് അസുഖം വന്ന കാര്യങ്ങളൊക്കെ അവിടെ അറിയാവുന്ന പോലും അറിയത്തില്ല. താൻ ആനന്ദിന്റെ ശ്രീദേവിയുടെ ശബ്ദം കേട്ടതുമാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇന്ദിരാമ വരുന്നത്. ഇന്ദിരാമ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് സങ്കടമായി. ഗോമതി പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ആന്ന് പറഞ്ഞിട്ട് പോലും ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ലമ്മേന്നൊക്കെ പറയണ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദിരാമ പറഞ്ഞു, ആര് പറഞ്ഞു? നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നായിരുന്നു. ബാലൻ ഇവിടെ വന്ന അലോകിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നോക്കിയിട്ട് ആരും സമ്മതിച്ചില്ല. അലോക് പറഞ്ഞു പോലും ഇല്ല. അലോക് ഓടിക്കുകയോ ചെയ്തേന്ന് പറയണ. ബാലന് നിന്നെ അത്ര ഇഷ്ടമാ ഗോമതി, നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ലാന്ന് പറയണ. അപ്പോഴേക്കും ഗോമതിക്ക് മനസ്സിലായി. കാരണം തന്നെ കാണാനായിട്ട് തന്റെ ബാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സമ്മതിക്കാത്ത, അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലും വന്ന് കാണുമെന്ന്. ഇന്ദിരാമ പറഞ്ഞു, മോളെ, ഇനി നീ ഇവിടെ നിൽക്കുന്നതും കൊണ്ട് അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് ഇനി അങ്ങോട്ടേക്ക് തിരികെ പൊക്കോ. അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ, ഗോമതിക്ക് ഏകദേശം കാര്യങ്ങൾ ഉറപ്പായി. താൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ തന്റെ ജീവൻ ഇവരെടുക്കും. അതൊരു കാരണവശാലും പാടില്ല. തന്റെ ബാലേട്ടൻ വന്ന് വിളിക്കാതെ താൻ എങ്ങനെ പോണേ? ആകെപ്പാടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അലോകിന്റെ ചതി. അലോക് അനുശ്രീയെ വളയ്ക്കാൻ നോക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ അവസ്ഥ തന്നെ തന്റെ മോൾക്കും ഉണ്ടാവും. അത് പാടില്ല. അവളെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ ആരോടും ഇപ്പൊ ആ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരു സ്ഥിതിഗതികളായി ഗോമതി. പിന്നീട് ഇന്ദിരാമ ആശ്വസിപ്പിക്കുന്നുണ്ട്. കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഇന്ദിരാമ അങ്ങോട്ടേക്ക് പോകുന്നത്. ഗോമതി ഈ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബാലിന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആരിന്റെ മുന്നിൽ ബാലിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ആരിന്റെ മനസ്സിൽ അമ്മയെന്നൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വയ്യാതെ കിടക്കുന്ന സമയത്തും അമ്മയെ കാണണം, അമ്മ വന്നോ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നൊരു ചിന്തയാ. ആ ഒരു സെഡേഷന്റെ സമയത്തും അമ്മയെന്ന് മാത്രമാണ് ആര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അതും പോരാഞ്ഞിട്ട് നല്ല ഉപദേശം കൂടെ കൊടുത്ത് രാമേട്ടന്, നീ ഇങ്ങനെ സ്നേഹമുള്ളി വെച്ചുകൊണ്ട് നടത്തിയ കാര്യമില്ല. ബാലിന് ഗോമതിയോടും എല്ലാവരുടെ സ്നേഹമൊക്കെ ഉണ്ട്, അത് പുറമെ പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം. പിന്നീട് രാമേട്ടൻ പറഞ്ഞു, നീ പോയി ഗോമതിയെ വിളിച്ചോണ്ട് വാ. ഗോമതി വീട്ടിലേക്ക് വന്നാൽ ആ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എത്ര ദിവസം എന്ന് വെച്ചാ ഇങ്ങനെ നീ വാശിയും വൈരിയൊക്കെ കള. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഗോമതിക്ക് അസുഖം വന്നത്, എന്തുകൊണ്ടാന്ന് അറിയത്തില്ലല്ലോ. നീ പോയി വിളിച്ചോണ്ട് വന്ന നാളെ ഗോമതിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊരു തീരാ വേദനയാവും ബാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലനും തോന്നി രാമേട്ടൻ പറയുന്നതിൽ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം രാമേട്ടൻ വെറുതെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സമയത്ത്
ആകാശ് പിന്നീടാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആകാശ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാമെന്ന് പറയണം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു "ഉം, എന്നാ ശരി നീയും കൂടെ വരാൻ പറയണം." അങ്ങനെ ആകാശും മീനാക്ഷിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ ആര്യനെ കയറി കാണുവാണ്. ആര്യനെ കയറി കണ്ടു കഴിഞ്ഞപ്പം മീനാക്ഷിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്, പാവം. കാരണം ആര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആര്യന് ഗോമതിയോടാണ് സ്നേഹം കൂടുതലുള്ളത്. അപ്പൊ അതൊക്കെ മീനാക്ഷിക്ക് നന്നായിട്ടറിയാം. പിന്നെ പോരാത്തതിന് ശ്രീദേവി അവർക്ക് പറയുകയും ചെയ്തു, അമ്മയെ കാണണമെന്ന് ആര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും കാണാൻ പറ്റിയിട്ടില്ല, അതിന്റെ ഒരു വിഷമം അവനുണ്ടെന്ന്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്കും ഭയങ്കര സങ്കടമായി. എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ ദേവമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ട് വരണം. മാത്രമല്ല ഇപ്പൊ ആര്യനാണെങ്കിലും ഗോമതിക്കാണെങ്കിലും വയ്യാത്തൊരു സ്ഥിതിഗതികളല്ലേ. അപ്പൊ രണ്ടുപേർക്കും വയ്യായ്മ ആണ് താനും. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിൽ വേണം. അതുകൊണ്ട് അവരെല്ലാം കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കുവാണ്, എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എന്തൊക്കെ റിസ്ക് എടുത്താലും ശരി അമ്മയെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. പിന്നീട് ആകാശിനോട് ആനന്ദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയാലോ, നമുക്ക് അങ്ങോട്ട് ചെന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവര് ചേച്ചിനെ വിടുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയണം. ഇനിയിപ്പം മുൻകൈ എടുത്ത് പുറത്തിറങ്ങേണ്ട ആള് വേറെ ആരുമല്ല, അളിയൻ തന്നെയാന്ന് പറയണം. പിന്നീട് അവർ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടെ അച്ഛനോടൊന്ന് പോയി പറഞ്ഞാലോ എന്ന് ചോദിക്കുക. അങ്ങനെ അവരെല്ലാവരും കൂടെ ബാലിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ബാലിൻ്റെ അടുത്ത് എന്നിട്ട് ബാലിനോട് കാര്യങ്ങൾ പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരണം അച്ഛാന്നൊക്കെ പറയാം. പക്ഷെ ബാലിന് അതിനു മുമ്പ് തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ താൻ വിളിച്ചാൽ ഗോമതി വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ബാലന്. അങ്ങനെ ബാലൻ എന്ത് ചെയ്യണം, പിന്നീട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ്. മഴയുടെ സമയത്ത് ബാലൻ ഒന്നും നോക്കിയില്ല. ബാലനാണെങ്കിൽ ഗോമതി അപ്പൊ കാണണമെന്ന് തോന്നി, താൻ വിളിച്ച അവള് വരുമെങ്കിൽ അവള് വരട്ടെ, ഇനിയിപ്പൊ താൻ വിളിക്കാത്തോണ്ടാണ് അവൾ വരാത്തെന്ന് അറിയത്തില്ലോ. അങ്ങനെ ബാലനാ മഴയത്ത് അങ്ങോട്ട് എന്നിട്ട് കൃഷ്ണമംഗലത്തേക്ക് കാലെടുത്ത് അങ്ങോട്ട് കുത്തി. അങ്ങോട്ട് കാലെടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അലോക കാല് വെട്ടു എന്നൊക്കെ പറഞ്ഞിരുന്ന. അങ്ങനെ അവിടെ ചെന്നിട്ട് വിളിക്കുകയാണ്, ഗോമതി എന്ന് പറഞ്ഞ് ബാലൻ വിളിക്കുകയാണ്. ആ വെടിവെച്ച അകത്തിരുന്ന് ഗോമതി കേട്ടു. ഗോമതി ഒരു നിമിഷം ആലോചിച്ചു, തന്റെ ബാലേട്ടനല്ലേ വിളിക്കണേന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. താഴേക്ക് ഇങ്ങനെ ഓടി വരുവാണ്. താഴേക്ക് ഓടി വന്നു കഴിയുമ്പോഴത്തേനും ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. അപ്പൊ ജനലിന്റെ അവിടെ വന്ന് നോക്കി, അതെ തന്റെ ബാലേട്ടൻ തന്നെയാണ്. പിന്നെ ഗോമതി ഒന്നും നോക്കിയില്ല. ഗോമതി ഓടി ഇറങ്ങി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അച്യുതനും അനന്തനും ഒക്കെ കേട്ടു ഗോമതി എന്നുള്ള വിളിയച്ച. അവർക്ക് മനസ്സിലായി വന്നിരിക്കുന്ന ബാലനാന്നുള്ള കാര്യം. ഈ സമയത്ത് അലോകെല്ലാം കൂടി ഓടി വന്നു. എന്നിട്ട് അപ്പച്ചി എങ്ങോട്ടാ പോണെന്ന് വെക്കണം. ഈ സമയത്ത് പറഞ്ഞു, അതെ എന്റെ ഭർത്താവ് വന്നിരിക്കുന്നത് കേട്ടോ, എന്റെ ബാലേട്ടൻ വന്ന് വിളിച്ചിരിക്കുന്നത് കേട്ടോ, എനിക്ക് പോണെന്ന് പറയണം എന്ന് പറഞ്ഞു ഗോമതി കഥേന്റെ കുറ്റിയെടുത്തു. ഈ സമയത്ത് ഗോമതി വന്ന് തടയുവാണ് അച്യുതനും അലോകെല്ലാം. അവർക്ക് മനസ്സിലായി ഗോമതി പോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും തങ്ങളുടെ കളി നടക്കില്ല. കാരണം ഇതൊരു സുവർണ അവസരമാണ്, ഇത് പാഴാക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും ഗോമതി എന്നെ വിടാനൊക്കെ പറയാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഗോമതി ദേ നിന്റെ ബാലേട്ടൻ വന്നിരിക്കുന്നു, നീ വരാനൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ എന്റെ കൂടെ വേണമെന്ന് പറയാണ്. നീ ഇല്ലെങ്കിൽ ദേവമംഗലം ഇല്ലാന്നൊക്കെ പറയണം. അപ്പോഴേക്കും അച്യുതൻ അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കോണം, എന്റെ വീടിന്റെ മുന്നിൽ കാലുകുത്തി നിന്റെ കാലയും വിട്ടു എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, വാടാ എന്ന് ഇറങ്ങി വാ, എന്റെ കാല് വെട്ട്, ഗോമതി ഇല്ല ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറയണം. ഗോമതി അപ്പത്തിനും അലോക കയറി പിടിച്ചു. ഗോമതി വിട്, എന്നെ വിടാനാ പറഞ്ഞെന്ന് പറയണം. അപ്പോഴേക്കും ഇന്ദിരാമ്മ അങ്ങോട്ടേക്ക് വന്നു. ഇന്ദിരാമ്മ വന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, അവളെ വിടാൻ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയണം. അങ്ങനെ അവസാനം ഗോമതിയുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു അച്യുതനും അലോകൊക്കെ. അപ്പോഴേക്കും ഗോമതി ഓടി മുറ്റത്തേക്ക് ഇറങ്ങി ബാലിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഒരു നിമിഷം കൃഷ്ണമംഗലംകാർ ഇങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുക. അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. അവർ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പിന്നീട് ബാലൻ ഗോമതിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഗോമതി എന്ന് പറഞ്ഞാൽ ആ പെരുത്ത മഴയത്ത് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ ലോകിന്റെയൊക്കെ കിളി മാറിപ്പോയി. അവർക്ക് മനസ്സിലായി ഇനി കാര്യങ്ങളൊന്നും നടക്കില്ലാന്ന്. പിന്നീട് ഗോമതിയോട് ബാലൻ പറഞ്ഞു, നീ ബാ, നമുക്ക് ദേവമംഗലത്തേക്ക് പോവാം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗോമതി എന്നൊക്കെ പറയണം. അങ്ങനെ ഗോമതിയും കൂട്ടിക്കൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും ഇടിവെട്ടേറ്റ അവസ്ഥയായിപ്പോയി. രാജശ്രീക്കും അച്യുതനും ഒക്കെ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും, ആകെപ്പാടെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഗോമതിയുടെ കൈയും പിടിച്ച് ബാലന് ദേവമംഗലത്തേക്ക് വന്ന് കയറുവാണ്. ഈ സമയത്ത് ശ്രീദേവിയും അവരെല്ലാം കൂടെ ഓടി ഇറങ്ങി വരുന്നുണ്ട്. അവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്, നാളെ ഒരു സന്തോഷ ദിവസം തന്നെയാണ്. അവസാനം ഗോമതി ഇറങ്ങി വരിക. പക്ഷേങ്കിൽ ഇനിയിപ്പം അലോക് വെറുതെ ഇരിക്കില്ല, അടുത്ത നടപടി നോക്കും. അത് അനുശ്രീ വെച്ചിട്ടൊരു പ്ലാൻ തന്നെ തയ്യാറാക്കും. പക്ഷെ അവന്റെ പ്ലാനുകളൊക്കെ ചീറ്റിപ്പോവും. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.